മറ്റൊരു വാർത്തയിലേക്ക്. തൃണമൂൽ നേതാവും മുൻ MLA-യുമായ PV അൻവറിന്റെ വീട്ടിൽ ED-യുടെ റെയ്ഡ്. KFC വായ്പയടക്കം സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറം ഒതായിയിലെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, എന്താണ് ED റെയ്ഡിന് കാരണമായിരിക്കുന്നത്? ഏത് വായ്പയുടെ കാര്യമാണ് ഈ പറയുന്നത്? PV അൻവറിൻ്റെ ഒതായിലെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് ED-യുടെ ഭാഗത്തു നിന്നുള്ള പരിശോധന നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒതായിലെ വീടിന് പുറമെ മഞ്ചേരിയിലെയും കക്കാടംപൊയിലെയും അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹായികളുടെ വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇപ്രകാരമാണ്. അദ്ദേഹം നേരത്തെ KFC-യിൽ നിന്ന് 12 കോടി രൂപ വായ്പ 3 തവണയായിട്ട് വായ്പ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയിലേക്ക് നയിച്ചത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഒരേ വസ്തു വെച്ച് 2 തവണ, ഒരേ ഈടിൽ 2 തവണ വായ്പ എടുത്തു എന്നൊരു വിവരം ആണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിന് പുറമെ വിദേശത്തുള്ള ചില ബിസിനസ് കാര്യങ്ങളെക്കുറിച്ചുള്ള പരിശോധനയും ഈ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഇത് പക്ഷേ ആധികാരികമായിട്ട് നമുക്ക് പറയാനാവുകയില്ല. എന്തുകൊണ്ടാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത് രാഷ്ട്രീയമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ PV അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് UDF-ൻ്റെ ഭാഗമാകാൻ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേളയിലാണ് ഈ ഒരു ED റെയ്ഡ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ ഇത് സംബന്ധിച്ച് ഉയരുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ വരുന്ന സമയത്താണ് ഈ ഒരു റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ നീക്കമായിട്ടാണ് കാണുന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഇവിടെയുണ്ട്. ഈ ഒരു റെയ്ഡിനെ കുറിച്ച് എന്ത് വിവരങ്ങളാണ് പറയാൻ കഴിയുന്നത്? അല്ല, ഇതിപ്പോൾ സംബന്ധിച്ചാൽ ഞങ്ങൾ പ്രതീക്ഷിച്ച റെയ്ഡാണ്. ഞങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ച റെയ്ഡുകൾ ഉണ്ടാവുന്നൊക്കെ. അതിൻ്റെ ഫലമായി കുറേ റെയ്ഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ അന്വേഷണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കക്കാടംപൊയിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഓഫീസുകൾ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. 9 കൊല്ലം ഒരു റെയ്ഡും ഇല്ല. ഈ 9 വർഷം MLA ആയിരിക്കുമ്പോൾ ഒരു റെയ്ഡും വന്നിട്ടില്ല, ആരും അന്വേഷണമില്ല. ഞങ്ങൾക്കറിയാം ഈ പിണറായിൻ്റെ നെക്സസിനെതിരെ, ADGP-ക്കെതിരെ ഇതൊക്കെ ശബ്ദം ഉയർത്തിന് തിരിച്ചായിട്ട് അൻവറിനെ പല ലോക്കുണ്ടാക്കും ഞങ്ങൾക്കറിയാം. അതിൻ്റെ ഫലമായി നടക്കുന്ന റെയ്ഡാണ്. ഞങ്ങൾ പ്രതീക്ഷ റെയ്ഡാണ്. ഇതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനം തകരില്ല. ഇത് വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണോ അറിയാൻ പറ്റുന്നത്? അല്ല, അങ്ങനെ പറയുന്നുണ്ട്. വായ്പ എടുക്കാത്തോല് ഇന്ന് ആരെ വായ്പ എടുക്കാത്തോല്? MLA അടക്കം 36,000. അവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അദ്ദേഹത്തെ പള്ളിയിൽ പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഇവിടെ ED-യിലെ ഉദ്യോഗസ്ഥരുമായി CRPF-ൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് പള്ളിയിൽ പോകേണ്ട സമയമാണ്. ആ സമയത്ത് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കാതിരിക്കുന്നത് എന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. സൗഹാർദ്ദപരമായിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇത്തരത്തിൽ അൻവറിൻ്റെ വീടിന് മുൻപിൽ അദ്ദേഹത്തിൻ്റെ അനുഭാവികൾ, അദ്ദേഹത്തിനൊപ്പമുള്ളവരും പാർട്ടി പ്രവർത്തകരൊക്കെ തടിച്ചുകൂടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത് എന്താണ് ഈ ഒരു വിഷയത്തിലേക്ക് നയിച്ചത് എന്നതിനപ്പുറം ഇതിൻ്റെ ഒരു സമയം, ഈ ഒരു റെയ്ഡ് നടക്കുന്ന സമയമാണ് ഇവിടെ രാഷ്ട്രീയമായിട്ട് ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കുന്നത്. UDF പ്രവേശനത്തിൻ്റെ ആ ഒരു തൊട്ടരികിൽ നിൽക്കെയാണ് ഈ ഒരു റെയ്ഡ് എന്നത് തന്നെയാണ് ഇവിടെ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഇത് ഒരു ഇടതുപക്ഷവും കേന്ദ്രവുമായിട്ടുള്ള സംസ്ഥാന സർക്കാരുകളുടെ നെക്സസ് നീക്കമാണ് അൻവറിനെതിരെ എന്ന ആക്ഷേപമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അൻവർ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലുണ്ട്. എന്തെല്ലാമാണെന്നുള്ളത് ഒരു പക്ഷേ ഒരു മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. റെയ്ഡ് രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ്. അത് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഒതായിയിലെ PV അൻവറിന്റെ വീട്ടിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുന്നത്.